LSDയുടെ മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ്. എസ്സേയിൽ ചോദിക്കാറുള്ള തിയറിയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ ബൈനറി നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. 4 ടൈപ്പിലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെയാണ് സിസോ. സിസോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ബിറ്റ് വൈസ് നടക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സീരിയൽ എന്ന് വിളിക്കുക. അപ്പോൾ ഡാറ്റ ഇൻ ചെയ്യേണ്ടതും സീരിയലായിരിക്കും, ഔട്ട് ചെയ്യേണ്ടതും സീരിയലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഡാറ്റ 1010 ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ബാക്കിൽ നിന്നാണ് എൻ്റർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ 1010 ഏറ്റവും ലാസ്റ്റത്തെ ഡിജിറ്റ് 0 അല്ലേ. അപ്പോൾ അത് നമ്മൾ 0 എൻ്റർ ചെയ്തു. 0 എൻ്റർ ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ക്ലോക്ക്. ഒറ്റ ക്ലോക്കിൽ ഒരു ഡാറ്റ മാത്രമേ എൻ്റർ ആവുള്ളൂ. അടുത്തത് ബാക്കിൽ 0 കഴിഞ്ഞാൽ പിന്നുള്ളത് 1 ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ 1 ഇവിടെ എൻ്റർ ചെയ്യാൻ നേരത്ത് 0 അവിടെ ഫില്ല് ചെയ്ത് വെക്കുക ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അപ്പോൾ 1 വരുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തോട്ട് പുഷ് ചെയ്യും അടുത്ത ക്ലോക്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിൽ കണ്ടോ 10 എന്നോ. ഇനി അടുത്ത് എന്താ കൊടുക്കേണ്ടത്? 0 അല്ലേ. അപ്പോൾ അടുത്ത 0 വരുമ്പോൾ ഇവർ രണ്ടുപേരും തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 0 ഇൻസേർട്ടോ. അപ്പോൾ ഈ ഒരു എൻഡിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 4 ക്ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1010 ഡേറ്റ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് 4 ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും ഓരോ ക്ലോക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മളതിനെ സീരിയൽ എന്ന് പറയുന്നത്. ഔട്ടും സീരിയൽ തന്നെയാണ്. അപ്പോൾ സെയിം പ്രൊസീജിയർ. ഇപ്പോൾ നമ്മൾ വരച്ച 4 പടത്തിൽ 4ാമത്തെ പടത്തിൽ നോക്കിയാൽ 0 കൊണ്ട് പുറത്തോട്ടു. അപ്പോൾ ബാക്കിയുള്ള ഓരോരുത്തരും ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബ്ലാങ്ക് ആവും. അതിലടുത്ത് എന്താ, ഈ ലാസ്റ്റത്തുള്ള 1 ഔട്ടാവും. അപ്പോൾ ബാക്കി 2 വരെ 10 അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ 4 പേരും ബ്ലാങ്ക് ആവണം. അപ്പോൾ 4 ക്ലോക്ക് ഇന്നിനും 4 ക്ലോക്ക് നമ്മൾ ഔട്ടിനും കൊടുത്തു. അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അടുത്തത് സീരിയൽ ഇൻ പാരലൽ ഔട്ടാണ്. സെയിം എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. സീരിയൽ ഇന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വേണ്ട 4 ഫിഗർ സെയിം തന്നെയാണ്. ഔട്ട് പക്ഷേ പാരലാണ്. ഇപ്പോൾ ഞാൻ വെച്ചേക്കണുണ്ടോ Q1, Q2, Q3, Q4. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ ഈ 4 ഡേറ്റയും കൂടി പുറത്തോട്ട് പോകും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ ഔട്ടെല്ലാം കഴിയും. അതാണ് പാരലൽ ഔട്ട് എന്ന് പറയുന്നത്. അടുത്തത് പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. ഇൻ ചെയ്യണ പാരലായിട്ടാണ്, ഔട്ട് ചെയ്യണതും പാരലായിട്ടാണ്. അപ്പോൾ ഒരു ക്ലോക്കിൽ തന്നെ ഡാറ്റ എൻ്ററും ചെയ്യും, ആ ക്ലോക്കിൽ തന്നെ ഡാറ്റ ഔട്ടും. അതാണ് D1 കയറി Q1 പോകും. അപ്പോൾ കയറലും ഇറങ്ങലും എല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആവും. അതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ലാസ്റ്റത്തെ വൺ പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. ഇൻ ചെയ്യണ പാരലും ഔട്ട് ചെയ്യണ സീരിയലായിരിക്കും. നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയാം. ലോഡ് ബാർ ഷിഫ്റ്റ് എന്ന് ഇട്ടിട്ടുണ്ട്, ഷിഫ്റ്റ് ബാർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം 0 ഇൻസേർട്ട് ചെയ്താൽ ആ മേളത്തെ ലൈനിൽ 0 വന്നു കഴിഞ്ഞാൽ താഴത്തെ ലൈൻ അതിനെ നോട്ട് ചെയ്യില്ല. അപ്പോൾ മേളിൽ 0 ആണെങ്കിൽ താഴെ അപ്പോൾ 1 ആവും. അപ്പോൾ താഴത്തെ ലൈനെല്ലാം ഓൺ ആവും, മുകളിലത്തെ ലൈനെല്ലാം ഓഫ് ആവും. സിമിലർലി നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ലൈനെല്ലാം 1 ആവും, താഴത്തെ ലൈനെല്ലാം 0 ആവും. അപ്പോൾ അത് ഓണും താഴത്തെ ലൈൻ ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി 1 ആണ് സെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ മേളത്തെ ലൈൻ ഓണാവും, താഴത്തെ ലൈൻ ഓഫ് ആവും. മേളത്തെ ലൈൻ ഓണായി കഴിഞ്ഞാൽ അതിൽ A, B, C, D എല്ലാ ഡേറ്റയും ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ നമ്മൾ ഇൻ ചെയ്തു. ഔട്ട് ചെയ്യാനാണ് സീരിയൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓപ്പോസിറ്റ്, നേരത്തെ 1 കൊടുത്തു, പകുതിന് 0 കൊടുക്കും ലൈനിൽ. മേളിൽ 0 എന്നാൽ താഴത്തെ ലൈൻ നോട്ട് ചെയ്ത് 1 ആവും. അപ്പോൾ താഴത്തെ ലൈൻ ഓണായി കഴിഞ്ഞാൽ അവിടുത്തെ കണക്ട് ചെയ്തിരിക്കുന്ന 3 പോയിൻ്റ് ഉണ്ട്. താഴത്തെ ലൈനിൽ കണക്ട് ചെയ്ത് 3 പോയിൻ്റ്, അതെല്ലാം ഓണാവും. അപ്പോൾ ഓൾറെഡി ABCD നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആ പൾസിൽ ആ A ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കയറും. അതിൽ അവിടെയുള്ള B ഷിഫ്റ്റ് ചെയ്ത് Cയിലോട്ട് പോകും, അവിടെ നിന്നുള്ള C ഷിഫ്റ്റ് ചെയ്ത് Dയിലോട്ട് പോകും, ആ D നമ്മുടെ അങ്ങോട്ട് വെളിയിലോട്ട് പോകും. അങ്ങനെ D മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളെ ഔട്ടായിട്ടുള്ളതാണ് സീരിയൽ ഔട്ട്. അങ്ങനെ നമ്മൾ 4 വട്ടം ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് പുറത്ത് തുറക്കും. അതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷനാണ് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ. 2 കൗണ്ടർ ഉണ്ട്, റിംഗ് കൗണ്ടർ ഉണ്ട്, ജോൺസ് കൗണ്ടർ ഉണ്ട്. ഇത് എക്സാമ്പിളായിട്ട് എഴുതാനാണ് ചോദിക്കുക. ഡേറ്റ ഒന്നും തരൂല. നമ്മളൊരു എക്സാമ്പിൾ ഇട്ടേക്കോ. ഒരു 4 ബിറ്റ് എടുത്തു, 100 ഞാനെടുത്ത എക്സാമ്പിളാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത, ഏറ്റവും ലാസ്റ്റിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും അടുത്ത ഇൻപുട്ടായിട്ട് ഇറങ്ങിയത്. അതാണ് ബാക്കിലേക്കൊരു വരവെടുത്താണ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ക്ലോക്ക് 0ൽ 100 ആണ്. ലാസ്റ്റത്തെ Q4 0 അല്ലേ, അതായിരിക്കും അടുത്തിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. മറ്റവർ അങ്ങനെ കണ്ടു വെക്കും. അതിൽ ഇവിടുത്തെ ലാസ്റ്റത്തെ 0 റൊട്ടേറ്റ് ചെയ്യും, മറ്റവർ അങ്ങനെ വെക്കും. അതാണ് കേട്ടോ. അതിനെ വാല്യൂവിനെയാണ് സീക്വൻസ് ആക്കി വരച്ചാണ്. 1 തന്നെ എടുത്ത് നമ്മൾ ഹൈ ആയിട്ട് കാണിക്കണം. സെയിം തന്നെ ജോൺസൺ കൗണ്ടർ ആകുമ്പോൾ വ്യത്യാസം, നേരത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് കറങ്ങിന് വരും, ഔട്ട്പുട്ട് കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇറങ്ങുക. കണ്ടോ, അപ്പോൾ Q4 ഡാഷ് ആയിരിക്കും ഇറങ്ങുക. നമ്മളിത് എക്സാമ്പിൾ 0000 അല്ലേ, ലാസ്റ്റത്തെ Q4 0 അല്ലേ, അപ്പോൾ ഇപ്പുറത്ത് കറങ്ങി വരുന്നത് 1 ആവും. കണ്ടോ, അടുത്തതിൽ എന്താ ആ എക്സാമ്പിളിൽ ലാസ്റ്റ് 0 അല്ല, അത് ഇപ്പുറത്ത് കറങ്ങി വരുമ്പോൾ പിന്നെ 1 ആവും. അങ്ങനെ ഔട്ട്പുട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന റിംഗ് കൗണ്ടറും കോംപ്ലിമെൻ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജോൺസൺ കൗണ്ടർ ആയിരിക്കും. ഇത് സ്ഥിരം എസ്സായിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കണ അഡിഷൻ്റെയും സബ്ട്രാക്ഷൻ്റെ അൽഗോരിതംസ് ആണ്. അൽഗോരിതംസ് നമ്മൾ ഓരോ പ്രൊസീജിയർ സ്റ്റെപ്പാക്കി എഴുതാത്രേ ഉള്ളൂ. ആദ്യത്തെ അഡീഷൻ ആണെങ്കിൽ നമ്മൾ ടേക്ക് 2 ബൈനറി നമ്പേഴ്സ് A and B, AB എടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്യുക, പോസിറ്റീവ് ആൻഡ് റിസൾട്ട് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് റിസൾട്ട് നെഗറ്റീവ്. കണ്ടോ, ചൂസ് ദ സൈൻ ഓഫ് ദ റിസൾട്ട് ടു ബി സെയിം ആസ് A ആണ് നമ്മുടെ ഡേറ്റയിൽ വലുതെങ്കിൽ പോസിറ്റീവ് ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഇനി B ആണ് വലുതെങ്കിൽ നമ്മൾ A ഡേറ്റയുടെ കോംപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ നെഗറ്റീവ് ആയിരിക്കും. P = 2 രണ്ടും സെയിം ആണെങ്കിൽ നമ്മുടെ എയുടെ സൈൻ തന്നെയായിരിക്കും എടുക്കുക.
സബ്ട്രാക്ഷൻ ആകുമ്പോൾ സെയിം എ എം ബി എടുക്കുക, മാഗ്നിറ്റ്യൂഡ്സ് കമ്പയർ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, സെയിം പ്രൊസീജിയർ തന്നെ റിസൾട്ടിൽ എഴുതുക. ഇനി നമ്മൾ അഡീഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിൽ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുക. അതിൻ്റെ 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും എടുക്കുന്നു. അതിൽ അഡീഷൻ ഓഫ് എ പോസിറ്റീവ് നമ്പർ വിത്ത് നെഗറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പർ ഹാസ് ദ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ് വലുത്, അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. നമ്മൾ 2 മൈനർ നമ്പർ എടുത്തു, ചെറിയ സംഖ്യ ഏതാണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു, നമ്മൾ ക്യാരിനെ ഡിസ്കാർഡ് ചെയ്തു. ഈ സെയിം പ്രൊസീജിയർ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ആ ക്യാരി ഡിസ്കാർഡ് ചെയ്യല്ല, അവിടെ ക്യാരി വരില്ല. അപ്പോൾ നമ്മൾ ആ കിട്ടിയ റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ഒന്നുകൂടെ എടുക്കണം. ഇനി അഡീഷൻ ഓഫ് 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ 2 നമ്പർ എടുക്കുക, രണ്ടിൻ്റെയും ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുക, ആഡ് ചെയ്യുക. ഡിസ്കാർഡ് ക്യാരി ആൻഡ് ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് ദ റിസൾട്ട്, രണ്ടും ഒരുമിച്ച് ചെയ്യണം. ഇനി സബ്ട്രാക്ഷൻ ടൂസ് കോംപ്ലിമെൻ്റ് വെച്ചാണെങ്കിൽ 2 നമ്പേഴ്സ് എയും ബി എടുക്കുക, ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് ദ കുറയ്ക്കേണ്ട ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുക, ആഡ് വിത്ത് ദ മറ്റേ ഡേറ്റ വെച്ച് ആഡ് ചെയ്യുക, ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യുക, ഓർ ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻ്റ്. അത് നമ്മൾ എടുക്കുന്ന ഡേറ്റ വലുതും ചെറുതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്സ് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ, എന്നാലാണ് അൽഗോരിതമായിട്ട് അറിയപ്പെടുള്ളൂ. പിന്നെ ഉള്ളത് BCD ആണ്. BCD ഓപ്പറേറ്ററാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഓൾറെഡി BCD പഠിച്ചാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ 9 ആണെങ്കിൽ നമ്മളൊന്നും കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ നമ്മൾ 6 ആഡ് ചെയ്യണം. ആ സ്റ്റെപ്സാണ് BCD അഡിഷൻ പ്രൊസീജിയർ. സെയിം പോലെ BCD സബ്ട്രാക്ഷൻ ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി ഡാറ്റ വെച്ച് ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമ്മൾ അൽഗോരിതമായിട്ട് എഴുതുമ്പോൾ നമ്മളൊരു മോഡ് കൺട്രോളർ ഉണ്ടാവും. അതിൽ 0 വന്നാൽ അത് സമ്മും ചെയ്യും, 1 വന്നാൽ അത് കോംപ്ലിമെൻ്റ് വെച്ചിട്ട് മൈനസ് ചെയ്യുന്നതാണ്. അതാണ് BCD സബ്ട്രാക്ഷൻ്റെ അൽഗോരിതം. പിന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ അൽഗോരിതമാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് അഡീഷനും സബ്ട്രാക്ഷനും. പക്ഷേ ആദ്യം നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ ഒന്ന് കാണണം. അടിയിൽ എഴുതിയേക്കണം F=2m എന്നാണ് ജനറലി ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. അതിൽ M എന്ന് പറഞ്ഞാൽ മാൻഡിസയും C എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻ്റ് ആയിരിക്കും. ഓക്കെ, 32 ബിറ്റിലും നമ്മൾ 64 ബിറ്റിലും റെപ്രസെൻറ്റേഷൻ ഒന്ന്. രണ്ടാമത്തത് നമ്മൾ ഡബിൾ പ്രിസിഷനാണ് വിളിക്കുക, മറ്റേത് സിംഗിൾ പ്രിസിഷനും. നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഉണ്ടോ 3.248 10⁴ നമ്മളോട് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം 3.248 വാല്യൂ ഡെസിമൽ വാല്യൂ 32480 എഴുതിയിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ബൈനറി കണ്ടുപിടിക്കുക. ആ കിട്ടിയ റിസൾട്ടിനെ 1 പോയിൻറ്റ് ആ കിട്ടിയ ബൈനറി എല്ലാം അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക ഇൻറ്റു 2⁻14. 14 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ബൈനറിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. പക്ഷെ നമുക്കിന് വേണ്ടത് എക്സ്പൊണൻ്റ് ആണ്. എക്സ്പൊണൻ്റ് കാണാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞാൽ 14 + 127. 127 സ്റ്റാൻഡേർഡാണ്, എല്ലാത്തിലും സെയിം ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 141 കിട്ടും. അതിൻ്റെ ബൈനറിയാണ് സൈഡിൽ എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ 32 ബിറ്റിൽ നമ്മൾ സിംഗിൾ പ്രിസിഷനായിട്ടാണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുക. 0 എന്നിട്ടാണ് സൈൻ ബിറ്റ്, നമ്മുടെ പോസ്റ്റ് ഡേറ്റ ആണ് 0 ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ്പൊണൻ്റ് 141, അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ബാക്കി നമുക്ക് മൊത്തം 32 ബിറ്റാണ് വേണ്ടേ. ബാക്കിയുള്ള ഡേറ്റ നമ്മുടെ ഉള്ള ഡേറ്റയിൽ വാല്യൂ നമ്മൾ 0 ഇട്ട് കൊടുത്ത് 23 ബിറ്റ് ഫില്ല് ചെയ്യണം. അത് ടോട്ടലി 32 എണ്ണം കാണണം. അപ്പോൾ 3 കഷ്ണമായിട്ട് കണ്ടോ, സൈൻ ബിറ്റ് ഒരെണ്ണം, എക്സ്പൊണൻ്റ്, പിന്നെ നമ്മുടെ മാൻഡിസ കേട്ടോ. അങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷൻ സ്റ്റെപ്സാണ് അത്. കണ്ടോ, ചൂസ് ദ നമ്പർ വിത്ത് ദ സ്മോളസ്റ്റ് എക്സ്പൊണൻറ്റ്, ഷിഫ്റ്റ് ഇറ്റ്സ് മാൻഡിസ, റൈറ്റ് എ നമ്പർ ഓഫ് ഈക്വൽ ടു ദ ഡിഫറൻസ് ഇൻ എക്സ്പൊണൻസ്. 2 ഡിഫറൻറ്റ് ലെങ്ത്തുള്ളതാണ്, ലെങ്ത്ത് ഈക്വൽ ആക്കുക, എന്നിട്ട് പെർഫോം ദ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ. ഇനി റിസൾട്ടിൽ നോർമലൈസ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ റിസൾട്ടിനെ നോർമലൈസ് ചെയ്യാം. ഇത്രയും തിയറി ആയിരിക്കും 5th മോഡ്യൂളിൽ ചോദിക്കുക. ഇതിൽ അൽഗോരിതംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. ടൂസ് കോംപ്ലിമെൻ്റ് 3 കേസസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്.